ഒടുവിൽ തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹുവിന്റെ ലോകത്ത് നിന്ന് വിട പറയാൻ പറ്റുന്ന വിധത്തിലുള്ള വലിയൊരു രോഗം വന്നു. ആ വിരിപ്പിൽ അങ്ങനെ കിടക്കുമ്പോൾ ഓരോ ദിവസവും തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു മയക്കത്തിൽ നിന്ന് ഉണരുമ്പോ ചോദിക്കും, ഉമ്മാ, എന്നെ കാണാൻ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരുന്നോ? എന്നെ കാണാൻ വന്നിരുന്നോ ഉമ്മ? മുത്തുനബി വന്നിരുന്നോ? ഉമ്മ പറയും, ഇല്ല മോനെ, അള്ളാന്റെ റസൂല് വന്നില്ല മോനെ. വീണ്ടും അങ്ങനെ കിടക്കും. ഒരു ദിവസം ആരംഭപ്പൂവായ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നു. അവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോഴാണ് വന്നത്. തലയിൽ കൈവച്ചുകൊണ്ട് തുൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറെ ഊതി കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ ഇറങ്ങുകയാണ്. തൽഹ ഉണരുമ്പോ നിങ്ങൾ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് ആരംഭപ്പൂവായ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു കണ്ണു തുറക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുന്നു, ഉമ്മ പറയുന്നു, മോനെ, ആരംഭപ്പൂവായ മുത്തുൽ ദീപം വന്നിരുന്നു മോനെ, നിനക്ക് വേണ്ടി കുറെ ദുആ ചെയ്തിട്ട് പോയി മോനെ. ആ സമയത്ത് തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ, ഞാൻ ഇന്നെങ്ങാനും മരണപ്പെട്ടാൽ ഫഇൻ മിത്തുവനാ ഫലാ തദ്ഉ റസൂലുള്ളാഹ്, ഈ രാത്രി എങ്ങാണ് ഞാൻ മരണപ്പെട്ടു പോയാൽ രാത്രിയിൽ എന്റെ മരണവാർത്ത അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കരുത് നബിയേ, അറിയിക്കരുത് ഉമ്മ. അങ്ങനെ അറിഞ്ഞാൽ മുത്തുനബി എന്നെ കാണാൻ വേണ്ടി, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി, എന്റെ മയ്യത്ത് കാണാൻ വേണ്ടി പാതിരാത്രി വരുമ്പോ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല ഉമ്മ. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ എന്നെ പെട്ടെന്ന് നടക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അമിതമായ പ്രവാചക വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ നിറകുടം തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്.